ഡോക്ടറെ കണ്ടോ? കണ്ടു. ഡോക്ടർ എന്ത് പറഞ്ഞാണ് ചേച്ചി? രുക്മിക്ക് എന്താണ് അസുഖം? അസുഖമല്ല, സുഖമാ. സുഖമോ? കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും കുട്ടികളില്ലല്ലോ എന്ന ദുഃഖമായിരുന്നല്ലോ രണ്ടുപേർക്കും. ആ ദുഃഖം മാറി. അതാണ് സുഖം. ഓ, അത് ശരി. ജാനേ ചേച്ചി, ഞങ്ങൾക്ക് 2 പേർക്കും പായസം തരണം. അത് ഞാനേറ്റു. രുക്മ, പ്രയാഗ, നീ ഇവിടെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വന്നു. കുഞ്ഞ് എന്റെ മോൻ. മോനെ, എന്റെ കുട്ടിയെ നീ തൊട്ട് അശുദ്ധമാക്കരുത്. അത് ബ്രാഹ്മണ കുട്ടിയാണ്, നിന്റെ പോലല്ല. നിന്നെ പടിയെടുത്ത് പിണ്ടം വെച്ച കാര്യം നിനക്കറിയാമോ? നീ മുഖാന്തരമാണ് ആ ബപ്പമ്മ മരിച്ചത്. ബപ്പമ്മ മരിച്ചോ? നീ വരൂ. എന്റെ കുട്ടിയെ നീ തൊട്ട് അശുദ്ധമാക്കരുത്. അത് ബ്രാഹ്മണ കുട്ടിയാണ്, നിന്റെ പോലല്ല. നിന്നെ പടിയെടുത്ത് പിണ്ടം വെച്ച കാര്യം നിനക്കറിയാമോ? നീ മുഖാന്തരമാണ് ആ ബപ്പമ്മ മരിച്ചത്. എന്തു പറ്റി? ഞാൻ ഇന്ന് പ്രയാഗെ കണ്ടു. അതിന് നീ സങ്കടപ്പെടുന്നതിന്? അവൾ പ്രസവിച്ചു. എന്റെ ബപ്പമ്മ മരിച്ചു. ഞാൻ നിമിത്തമാണ് ബപ്പമ്മ മരിച്ചത്. അല്ല രുക്മ, നമ്മൾ നിമിത്തം. ആരാണ് പ്രയാഗെ കല്യാണം കഴിച്ചത്? പട്ടുമാമു. എനിക്ക് പകരം എന്റെ അനുജത്തെ കുരുതി കൊടുത്തു. ഈ ദുഃഖം ഞാൻ എങ്ങനെ സഹിക്കും? സഹിക്കല്ല, എന്ത് ചെയ്യും? നീ സങ്കടപ്പെടരുത്. രുക്മേ, ജോസാറ് പെട്ടെന്ന് അസുഖമുണ്ടോ? സ്കൂളിൽ വെച്ചാ വന്നു. ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് പോവാം ചേച്ചി. വേഗം പോവാം ചേച്ചി. രഘു സാറിന്റെ ഭാര്യയല്ലേ? ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരാണ്. സാറിന് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു? അറ്റാക്കല്ലേ, സൂക്ഷിക്കണം. അകത്താരും നിൽക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാനാവില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കാരുണ്ട്? അങ്ങനെയൊന്നും വിചാരിച്ച് വിഷമിക്കരുത്. ചേട്ടനൊന്നും സംഭവിക്കില്ല. സംസാരിക്കാതെ കിടക്കൂ.
നമ്മുടെ കുഞ്ഞിനെ വിഷമറിയിക്കാതെ വളർത്തണം. എന്താണ്? അയ്യോ, എന്താണ് ചേട്ടാ? അയ്യോ, അയ്യോ, ഡോക്ടർ, അദ്ദേഹത്തിന് എന്തോ കൂടുതലാണെന്ന് തോന്നുന്നു. രഘുസാറിന്റെ അച്ഛനെ ചുമന്നിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഉടനെ തന്നെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. പക്ഷേ രാത്രി തന്നെ ഞങ്ങൾ കമ്പി അടിച്ചു. കമ്പി കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. ശവം കൊണ്ടുപോകാൻ ഒരു വാൻ ഏർപ്പാട് ചെയ്യാൻ ഇടയ്ക്ക് അല്പം താമസിച്ചു. ഇനി താമസിക്കണ്ട. നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് ശവദാനം നടത്തണമല്ലോ. താമസിക്കണ്ട. എങ്കിൽ ശവം വാനിലേക്ക് കയറ്റാം. രഘുസാറിന്റെ ഭാര്യ കാറിൽ കയറിയാൽ മതി. വേണ്ട, ഞാൻ വാനിൽ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നോളാം. അതും വേണ്ട. എന്റെ മോൻ അവന്റെ ചെറുപ്പത്തിന്റെ അഹങ്കാരം കൊണ്ട് ഈ കോണിച്ച് പെണ്ണ് വലയിൽ വീണു. അതിന്റെ ഫലം അവന് കിട്ടി. ഇനി ഇവളെ ഞാൻ എന്റെ കുടുംബത്തിൽ കൊണ്ടുപോകാനോ? അത് നടപ്പില്ല. ഗർഭിണിയാണ്. ആണെങ്കിൽ അവൾ പുറം. എന്റെ കുടുംബത്തിൽ അവൾക്ക് സ്ഥാനമില്ല. അദ്ദേഹം അവസാനം പറഞ്ഞത് ഭാവിയായി എന്റെ വയറ്റിൽ ജനിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ഒരു വിഷമവും ഇല്ലാതെ വളർത്തണമെന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഞാനും ജീവൻ ഉപേക്ഷിക്കുമായിരുന്നു. ഇത് ഞാൻ എങ്ങനെ ജീവിക്കും? അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തും? നീ നിന്റെ വീട്ടിലേക്ക് തന്നെ പോകും. എന്തൊക്കെയായാലും അച്ഛനും അമ്മയും നിന്നെ ഉപേക്ഷിക്കില്ല. ഗർഭിണിയായ നീ വേറെന്ത് ചെയ്യാനാണ്?
ചുക്കുകാപ്പിയും പപ്പടബോളിയും വിൽക്കാനിറങ്ങിയതാ ഞാൻ. ഇപ്പോ ഇതാ ഉപജീവന മാർഗം. കമ്മത്തിന്റെ കടയിലെ ജോലി മകൾ പിഴച്ചു പോയതുകൊണ്ട് നഷ്ടപ്പെട്ടു. അമ്മേ, അമ്മേ, ഞങ്ങൾക്ക് ഇങ്ങനൊരു മകളില്ല. ഉണ്ടായിരുന്നു, അവളുടെ പിണ്ടം വെച്ചു. പപ്പ, എനിക്ക് മാപ്പ് തരും പപ്പ. നിങ്ങളിപ്പോ ഞങ്ങളുടെ ആരുമല്ല. ഞങ്ങൾ ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ബ്രാഹ്മണനാണ്. അതുകൊണ്ട് മാപ്പിന്റെ പ്രശ്നമേയില്ല. ഞങ്ങൾക്ക് കൂടുതൽ മനപ്രയാസം ഉണ്ടാക്കാതെ പോവുകയാണ് വേണ്ടത്. എന്റെ ഭർത്താവ് മരിച്ചു. ഞാൻ ഗർഭിണിയാണ്. എനിക്കിനി നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങൾക്കിനി സമുദായമല്ലാതെ ആരുമില്ല. മുറപ്രകാരമുള്ള ശേഷക്രിയകൾ തരേണ്ടത് അവരാണ്. രുക്മയുടെ അമ്മ, ഈ സ്ത്രീ വീട് തൊട്ട് അശുദ്ധമാക്കരുത്. പറഞ്ഞു വിട്ടേക്ക്. അമ്മേ, എനിക്ക് മാപ്പ് തരില്ലേ? എന്താ രുക്മേ, നീ വീട്ടിൽ പോയില്ലേ? പോയി. പക്ഷേ എന്നെ പ്രസവിച്ച അമ്മ എന്റെ മുഖത്തിന് നേരെ വാതിലടച്ചു. ഞാൻ ജനിച്ചു വളർന്ന സമുദായം എന്റെ മരണാനന്തര ക്രിയകൾ നടത്തി കഴിഞ്ഞിരുന്നു. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനു വേണ്ടിയെങ്കിലും എനിക്ക് ജീവിക്കണം ചേച്ചി. നീ വിഷമിക്കരുത് രുക്മേ. എന്തൊക്കെ വന്നാലും നിനക്ക് ഞാനുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചു പോയ കാര്യം നിനക്കറിയാമല്ലോ. വളരെ വിഷമിച്ചാണ് ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത്. എന്നാലും ഉള്ളതിൽ പങ്കുവെച്ച് നിനക്കിവിടെ കഴിയാം. ഞാൻ ചേച്ചിക്ക് ഒരു പ്രയാസം ഉണ്ടാക്കില്ല. ഏതെങ്കിലും വീട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്യാം. ഇത്ര നേരമായിട്ട് നീ കഴി കഴിഞ്ഞില്ലേ? വേഗം തേച്ചു വെക്കാൻ കൊച്ചമ്മേ. നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. നിന്റെ പ്രസവം അടുത്തെന്ന് തോന്നുന്നു. ഇന്നത്തെ ജോലി തീർത്തിട്ട് നീ പോയിക്കോ. ശമ്പളം തീർത്തു തരാം. ഇനി വരണ്ട, പോയിക്കോ.
അമ്മ എന്താ കരയുന്നത്? എന്റെ മോളെയാണ് പ്രസവ മുറിയിലേക്ക് കൊണ്ടുപോയത്. ആദ്യത്തെ പ്രസവമാണോ? അല്ല, 5ാമത്തെ പ്രസവമാണ്. 4 ചാപിള്ളകളായിട്ടാണ് പിറന്നത്. ഈ പ്രസവത്തിലെ കുഞ്ഞെങ്കിലും ജീവിച്ചില്ലെങ്കിൽ എന്റെ മോള് പിന്നെ ജീവിച്ചിരിക്കില്ല. 4ാമത്തെ പ്രസവത്തിലെ കുഞ്ഞ് മരിച്ചതാണെന്ന് അറിഞ്ഞപ്പോ ഗ്രേസിക്ക് ഭ്രാന്ത് പോലൊക്കെ വന്നതാ. അതാണ് എന്റെ വിഷമം. രുക്മ, രുക്മ, നിന്റെ കുഞ്ഞ് പെൺകുഞ്ഞാണ്. നല്ല ആരോഗ്യമുള്ള കുഞ്ഞ്. കുളിപ്പിച്ചിപ്പോ കൊണ്ടുവരും. പ്രത്യേകിച്ച് അസുഖമൊന്നും തോന്നുന്നില്ലല്ലോ? ഇല്ല. ഡോക്ടർ, ഗ്രേസി പ്രസവിച്ച കുട്ടി മരിച്ചു. ഈ കുട്ടിയെങ്കിലും ജീവിച്ചേക്കുമെന്ന് ഞാൻ ആശിച്ചു. അവരുടെ 5ാമത്തെ പ്രസവമാണ്. ചാക്കോ മുതലാളിക്ക് കണക്കില്ലാത്ത സ്വത്തുണ്ട്. പക്ഷേ ഒരു അവകാശി ദൈവവും അവർക്ക് കൊടുക്കുന്നില്ല. കുഞ്ഞ് മരിച്ച വിവരം ആ സ്ത്രീ ഉടനെ അറിയിക്കണ്ട. അവർക്കത് വല്ലാത്ത ഷോക്കാകും.